അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും ആദ്യമായ ആ കുട്ടി ഒരു കരച്ചിൽ കരയുന്നത്, ആ കുട്ടിയുടെ രണ്ട് ഭാഗങ്ങളിലും ശൈത്താന് വന്നിട്ടൊരു ഞെക്കല് ഞെക്കുന്നുണ്ട്. വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ശൈത്താനിന്റെ ഒരു സ്പർശനം വരുന്നുണ്ട്. അപ്പോഴാണ് സഹോദരങ്ങളെ കുട്ടികൾക്ക് കരച്ചിൽ വരുന്നത്. അതേ, എല്ലാ ജനിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലാ മറിയമ വബ്നഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒഴികെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രൻ മസീഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും ഒഴികെ. എന്താണ് ഈസാ നബിക്ക് വരെ കാവലായി വന്നത്? ഈസാ നബിന്റെ വല്യമ്മയാണ് ഹന്നത്ത് ബീവി. ആ ഹന്നത്ത് ബീവിക്ക് കുട്ടി ജനിക്കാറായ സമയത്ത് കുട്ടി അങ്ങ് പ്രസവിച്ച ഉടനെ തന്നെ മഹദി ചൊല്ലിപ്പോയി, വഇന്നീ ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ സന്താന പരമ്പരകളെയും മിനശ്ശൈത്വാനിർ റജീം, അഭിശപ്തനായ പിശാചിന്റെ ഷർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ചോദിച്ചത് ആർക്ക് വേണ്ടിയാ? മറിയം ബീവിക്ക് വേണ്ടിയാ. പക്ഷെ കിട്ടിയത് മറിയം ബീവിക്ക് മാത്രല്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. സഹോദരന്മാരെ, ആ ചോദ്യത്തിലുണ്ട് അതിന്റെ ഉത്തരം. ഈ കുട്ടിക്ക് മാത്രമല്ല, വദുർരിയതഹാ, ഈ കുട്ടിന്റെ സന്താന പരമ്പരകൾക്ക്. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അന്ന് ചോദിച്ചു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൽകുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന സമയത്തും മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച സമയത്തും പിശാച് വന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശാചിന്റെ കുത്ത് അങ്ങോട്ട് ഏറ്റില്ല. ആ കുത്ത് എവിടെയാണ് കൊണ്ടുവന്നത്? എവിടെയാണ് പോയി തട്ടിയത്? കുട്ടിക്ക് മേലെ സാധാരണ ഒരു മറുപോലത്തെ ഒരു മറയുണ്ടാകും, സാധാരണ മക്കളെ മേലിലൊക്കെ ഉണ്ടാകും. അതിന്റെ മേലിലാണ് ശൈത്താന്റെ സ്പർശനമേറ്റത്. ശരീരത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ശരീരത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞില്ല? ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയത് ഇക്റാണ്. ഹന്നത്ത് ബീവി ചൊല്ലിയത് മറിയം ബീവിക്ക് വേണ്ടിയാണെങ്കിലും ഈസാ നബി അലൈഹിസ്സലാമിനും അതിന്റെ ഫലം കിട്ടി. അതവിടെ തീരുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ട്? ഇനി സഹോദരന്മാരെ, അവസാന നാളിൽ ഈസാ നബി അലൈഹിസ്സലാം വരും. ഈസാ നബി അലൈഹിസ്സലാം ഉയർത്തപ്പെടുന്ന സമയത്ത് മഹാനവറുകൾ അവിവാഹിതനാണ്. ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിൽ നിന്ന് കല്യാണം കഴിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന് മക്കൾ ജനിക്കും. ആ മക്കൾക്കുമുണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിവെച്ച ദിക്റിന്റെ കാവല്. ഒരൊറ്റ ദിക്റിന്റെ കാവൽ നീണ്ടുപോകുന്നത് എത്ര ദൂരത്തേക്കാണ്! അന്ന് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയത് സ്വന്തം മകൾക്ക് വേണ്ടി മാത്രമല്ല, പേരമക്കൾക്കടക്കമാണ്. പിശാചിന്റെ ബാധയില്ലാതെ, അപസ്മാര രോഗമോ മറ്റു ഷർറുകളോ ഒന്നും ഏൽക്കാതെ നല്ല പരിശുദ്ധിയിലല്ലേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ജനിച്ചു വളർന്നത്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം ആ വലിയ പരിശുദ്ധി പ്രസവിച്ച ഒന്നാമത്തെ ദിവസത്തിൽ തന്നെ വെളിവാക്കിയത്. ശത്രുക്കൾ വന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടാരം പൊളിച്ചു കളഞ്ഞു. ബെത്ലഹേമിന്റെ മുകളിൽ, ബെത്ലഹേം എന്ന് പറയുന്ന കുന്നിൻ മേലെയല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്നത്. അവര് വന്നിട്ട് ശാപവാക്കുകളൊക്കെ പറഞ്ഞു. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. ഓ ഹാറൂനിന്റെ പെങ്ങളെ, നിന്റെ സഹോദരൻ നല്ല ആളായിരുന്നല്ലോ, നിന്റെ ബാപ്പ നല്ല ആളായിരുന്നല്ലോ, നിന്റെ ഉമ്മ വേശ്യക്കാരിയല്ലല്ലോ, അവരൊന്നും മോശപ്പെട്ടവരല്ലല്ലോ. പിന്നെ നിനക്കെവിടുന്ന് ഈ സ്വഭാവം കിട്ടി? ആരാണ് ഈ കുട്ടിക്ക് ജന്മം നൽകിയത്? ഈ കുട്ടിയുടെ പിതാവാരാണ്? എവിടുന്നാണ് ഈ കുട്ടിയെ ഒപ്പിച്ചത്? ധാരാളം വിഷമിക്കുന്ന വർത്തമാനങ്ങൾ അവർ പറഞ്ഞപ്പോഴും മറിയം ബീവി റളിയല്ലാഹു അൻഹ മൗനം പാലിച്ച് ഒരു മറുപടിയും പറയാതെ, ഇന്നി നദർതു ലിർറഹ്മാനി സൂമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, ഞാൻ അല്ലാഹുവിന് വേണ്ടി
മൗനം നേർച്ചയാക്കിയിട്ടുണ്ട്. ഒരാളോടും മറുപടി പറയാനോ സംസാരിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മഹദി തീർത്ത് പറഞ്ഞിട്ടും പ്രതിഷേധക്കാരായ ആളുകൾ പിരിഞ്ഞു പോകാതെ വീണ്ടും ശബ്ദകോശങ്ങൾ ഉണ്ടാക്കിയപ്പോ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ആ കുട്ടിയോട് ചോദിച്ചോളൂ, നിങ്ങളെ സംശയങ്ങളൊക്കെ തീരുമെന്ന് അർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ ഒന്നുകൂടി ഊക്കിലവര് പറഞ്ഞില്ലേ, നീ എന്താ വിവരക്കേടാണോ പറയുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ്, ഞങ്ങൾ എന്ത് ചോദിക്കാനാണ്? അതിന് മറുപടി പറയാൻ സംസാരപ്രായമെത്തണ്ടേ എന്നവര് സന്ദേഹം പറയുമ്പോഴാണ് തൊട്ടിലിൽ കിടന്നിട്ട് മറുപടി കൊടുത്തത്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ വജഅലനീ മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. നീണ്ട മറുപടിയല്ലേ തൊട്ടിലിൽ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് നൽകിയത്. നിങ്ങൾ കരുതും പോലെ ഞാനൊരു ജാരസന്താനമല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. പലരും വാദിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെ സങ്കല്പമോ ദൈവത്തിന്റെ പ്രതിരൂപമോ ദൈവത്തിന്റെ സങ്കീർത്തനമോ ഒന്നും അല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ, എനിക്ക് അല്ലാഹു തആല വേദഗ്രന്ഥം തന്നിട്ടുണ്ട്, എന്നെ നബിയാക്കി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ദിക്ർ കൊണ്ട് കിട്ടുന്ന വലിയ മഹത്വം നോക്ക് നിങ്ങൾ. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ദിക്ർ, ഉമ്മമാരെ ആ ദിക്ർ നിങ്ങൾ ചൊല്ലണം. കാരണം പലയിടത്തും പ്രസവ സ്ഥലത്തേക്ക് ആണുങ്ങൾക്ക് പ്രവേശനം ലഭിക്കൂല. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങ് ചൊല്ലിയേക്കണം ദിക്ർ. കുട്ടി പുറത്തു വന്നാൽ ഉടനെ ചൊല്ലിയേക്കണം, മാറ്റാനൊന്നുമില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ ചൊല്ലേണ്ട ഒന്ന് തന്നെയാണ്. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഉടനെ തന്നെ വാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് പിന്നെ ഉടനെ ചൊല്ലേണ്ട ദിക്റാണ് വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഉടനെ എന്ന് പറയുന്നത് നേരം വൈകിപ്പിക്കരുത്. മറ്റു സംസാരങ്ങളും ശബ്ദകോശങ്ങളൊക്കെ കേൾക്കുന്നതിന്റെ മുമ്പ് എന്നാണ് ഉടനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസവം എടുക്കുന്ന സഹോദരിമാരുണ്ടായിരുന്നു. അവര് ചെയ്യുന്ന ഉടനെയാണ് ഉടനെ. കുട്ടി എങ്ങോട്ട് കയ്യിലേക്ക് കിട്ടിയാൽ പിന്നെ പറയുന്ന വാക്ക് കൊടുക്ക് വാങ്ങുന്നതാണ്. ഉടനെ ആദ്യം കുട്ടി കേൾക്കുന്നത് വാങ്ങൊടുക്കാൻ വേണ്ടി പറയുന്ന ശബ്ദമാണ്. പിന്നെ വാങ്ങും, പിന്നെ ഇഖാമത്തും, പിന്നെ ദിക്റുമാണ് കേൾക്കുന്നത്. അതേ മറ്റു സംസാരങ്ങളൊക്കെ കേട്ടിട്ടല്ല വേണ്ടത്. ഉടനെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ദിക്ർ ചൊല്ലിയാൽ അതിന് വലിയ ഫലം ഉണ്ട്. ആ ഫലം ഉണ്ട് എന്ന് പറയുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ ദിക്ർ ഫലിച്ചില്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാമിന് മാത്രമല്ല. പിശാചിന്റെ സ്പർശനമില്ലാത്ത ജനനം, ആ ജനനത്തിന് എന്തൊരു ബഹുമാനമുണ്ട്. ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, അപ്പൊ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ? തങ്ങൾ ജനിച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ശൈത്താന് കഥ അറിയുന്നത്? എപ്പോഴാണ് അവൻ അറിഞ്ഞത്? സാധാരണ അവനൊരു സ്വഭാവം ഉണ്ട്. സൂര്യൻ ഒന്ന് ഉദിച്ച് മേൽപോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അതേ ശൈത്താൻ അവന്റെ കൂട്ടാളികളോട് പറയും, അവന്റെ അനുയായികളോട് പറയും, നിങ്ങളൊന്ന് മേൽഭാഗത്തേക്ക് കയറി നോക്കൂ. മലക്കുകൾ അന്യോന്യം സംസാരിക്കുന്ന സംസാരം കേട്ടിട്ട് അതൊന്ന് പകർത്തിക്കൊണ്ടുവരൂ എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിലും അവന്റെ അനുയായികളോട് അവൻ പറഞ്ഞു, മേൽപോട്ടൊന്ന് കയറാൻ. ഒന്നാനാകാശത്തോളം ഒന്ന് കയറിയിട്ട് അവിടെ സംസാരിക്കുന്ന മലക്കുകളുടെ സംസാരം ഒന്ന് കട്ടുകേട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മലക്കുകളെ അവന്റെ ആളുകളെ പറഞ്ഞയച്ചു. കുറഞ്ഞ നേരം കഴിഞ്ഞ് ഇബ്ലീസിന്റെ സൈന്യം അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മേൽപോട്ട് കയറാൻ പറ്റുന്നില്ല, അങ്ങോട്ടുള്ള വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെട്ടു എന്നാ തോന്നുന്നത്. എങ്ങനെ മനസ്സിലായി? ഞങ്ങളെ ശരീരമൊക്കെ കണ്ടില്ലേ കത്തിക്കരിഞ്ഞിരിക്കുന്നത്? ഉൽക്കവർഷം ഉണ്ടായിട്ടുണ്ട്, ചെങ്കോല് കൊണ്ട് ഏറ് ലഭിച്ചിട്ടുണ്ട്,
തലക്ക് ഏറ് കിട്ടിയവരുണ്ട്, പെരടിക്ക് ഏറ് കിട്ടിയവരുണ്ട്, ശരീരമാസകലം മുറിവേറ്റവരുണ്ട്, കരിഞ്ഞവരുണ്ട്, പൊള്ളിയവരുണ്ട്. ഇതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്, വലിയൊരു ഹദീസിന്റെ ഭാഗമാണ് നമ്മളൊക്കെ സാധാരണ മങ്കൂസ് മൗലിദിൽ ഓതാറുള്ളത്. വറുമിയത്തിശ് ശയാത്തീനു മിനസ്സമായി ബിശ്ശുഹുബിസ്സവാഖിബി. പ്രകാശിക്കുന്ന ചെങ്കോലുകൾ കൊണ്ട് പിശാചുക്കൾക്ക് ഏറ് കൊടുക്കപ്പെട്ടു എന്ന്. അല്ല, ഏറ് കിട്ടിയിട്ട് കയറാൻ സാധിക്കാതെ തിരിച്ചു വന്നിട്ട് ഇബിലീസിനോട് പരാതിപ്പെടുമ്പോ ഇബിലീസ് പറഞ്ഞെങ്കിൽ ഇന്ന് ഭൂമിയിൽ എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് അന്വേഷിക്കൂ, ഒന്ന് തെരഞ്ഞു നോക്കൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. അന്വേഷണത്തിൽ അവസാനം അവർ കണ്ടെത്തി അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം ഇന്ന് വലിയ സന്തോഷത്തിലാണ്. തിരിച്ചു വന്നിട്ട് നേതാവിനോട് പറഞ്ഞു, നേതാവേ, ശരിയാണ്, ഇന്ന് മക്കയില് തുല്യതയില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അതേ, അബ്ദുൽ മുത്തലിബ് വലിയ സന്തോഷത്തിലാണ്, കുടുംബം വലിയ സന്തോഷത്തിലാണ്, ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല. കൂട്ടാളികൾ വന്നിട്ട് പറഞ്ഞപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി റന്ന ഇബ്ലീസു റന്നതൻ വാഹിദാ, ഇബ്ലീസ് അലറിക്കരഞ്ഞു. ഇബ്ലീസ് പലപ്പോഴും അലറിക്കരഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ അലർച്ചയുള്ള കരച്ചിലാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടെ മേൽഭാഗത്തേക്കുള്ളവന്റെ സ്വാധീനം നഷ്ടമായല്ലോ. അപ്പോഴാണ് അവൻ പറഞ്ഞത്, എങ്കിൽ ഭൂമിയിൽ നമുക്ക് സ്വാധീനം കുറഞ്ഞു പോകും. സ്വാധീനിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉള്ള ഉമ്മതാണ് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസിനെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരുപാട് ഔലിയാക്കളല്ലേ ഈ ഉമ്മത്തിലുള്ളത്, മഹാന്മാരല്ലേ, മഹതിമാരല്ലേ ഉള്ളത്.